സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ ഇടനാഴിയുടെ അവസാനം, അധ്യായം 9. മുകളിലേക്ക് എങ്ങനെ ഉയർന്നുവെന്നൊന്നും ഓർമ്മയില്ല. പ്രജ്ഞാശക്തി തിരിച്ചു കിട്ടുമ്പോൾ കാലുകൾ ഇടറി വശത്തേക്ക് ചെരിഞ്ഞ് തന്നെ മറുകൈ കൊണ്ട് താങ്ങുന്ന ഒരു മനുഷ്യരൂപം തൊട്ടരികിൽ. പ്രാണഭീതിയെക്കുറിച്ചുള്ള പാരവശ്യമൊക്കെ അപ്പോഴേക്കും കെട്ടടങ്ങിയിരുന്നു. ശ്വാസമടക്കി ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. തൻ്റെ പകച്ച നോട്ടം കണ്ടിട്ടാവും അയാൾ കൈയിലെ പിടിവിട്ട് 2 അടി പിന്നോട്ട് മാറി. കൈത്തണ്ട വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നതും സാരമാക്കിയില്ല. ഈശ്വരാ, ഈ മനുഷ്യൻ! ഭയം വീണ്ടും ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിക്കുന്നു. സിരകളിൽ അഗ്നിനാളങ്ങൾ പടരുന്നത് പോലെ. സാരിയിലൊക്കെ അപ്പടി ചെളിയായല്ലോ ടീച്ചറെ! എവിടെ നിന്നോ ഒരൊച്ച ഉയരുന്നു. അയാളുടെ പിന്നിൽ നിന്നിരുന്ന മറ്റൊരു രൂപം കാഴ്ചപ്പാടിലേക്ക് വന്നു. തട്ടമിട്ട് കുറച്ച് പ്രായം ചെന്ന ഒരു സ്ത്രീ. സ്വന്തം വേഷം ശ്രദ്ധിച്ചത് അപ്പോഴാണ്. തൊടിയിൽ മഴ പെയ്ത് കെട്ടിനിന്ന ചെളിവെള്ളത്തിലാണ് തൻ്റെ നിൽപ്പ്. മുടി കെട്ടിവെച്ചിരുന്ന തോർത്തഴിഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു. ആ സ്ത്രീ ചെരിഞ്ഞ് കിടന്ന ബക്കറ്റെടുത്ത് നേരെ വെച്ച് കഴുകി വെച്ചിരുന്ന ചെളി പുരണ്ട തുണികൾ ഓരോന്നായി പെറുക്കിയെടുക്കുകയാണ്. ഞാൻ എടുത്തോളാം. വാക്കുകൾ വരണ്ടിരുന്നു. വേഗം കുനിഞ്ഞ് ബാക്കി തുണികൾ എടുക്കുമ്പോൾ അഴിഞ്ഞു കിടന്ന മുടിയുടെ തുമ്പും വെള്ളത്തിലേക്ക് വീണു. ദേ മുടി ആകെ! ഇനി ഒന്നുകൂടി കുളിക്കേണ്ടി വരുമല്ലോ ടീച്ചറെ! ദൂരെ തെറിച്ചു വീണ സോപ്പ് പെട്ടിയും അടപ്പും എടുത്തു തരുന്നതിനിടയിൽ അവർ പറയാതിരുന്നില്ല. സമ്മതഭാവത്തിൽ ഒന്ന് മൂളാനേ കഴിഞ്ഞുള്ളൂ. തുണികൾ വേണമെങ്കിൽ ഇവിടെ കഴുകാൻ ടീച്ചറെ! അവർ സൗമനസ്യം കാട്ടി. വേണ്ട, ഞാൻ അവിടെ കൊണ്ടുപോയി കഴുകിക്കൊള്ളാം. മറുപടി പറയുമ്പോൾ കണ്ണുകൾ പരതുകയായിരുന്നു. അയാളെ കാണാനുണ്ടായിരുന്നില്ല. അബുമോൻ ഇവിടെ നിന്നിരുന്നത് കാര്യമായി. ഇല്ലെങ്കിൽ ഈ മൂരി ടീച്ചറിനെ കുത്തിയേനെ. ഒരൗചിത്യബോധമില്ലാതെയാണ് അവർ സംസാരിച്ചതെങ്കിലും ആ വാക്കുകളിൽ 100% യാഥാർത്ഥ്യമടങ്ങിയിരുന്നു. എന്തെങ്കിലും മറുപടി പറയണമെന്നുണ്ട്. പക്ഷേ വാക്കുകൾ ഉള്ളിൽ വരണ്ടു കിടക്കുന്നു. മാങ്ങ പറിക്കുകയായിരുന്നു ഞങ്ങള്. അപ്പോഴാ വഴിയിന്ന് ഒച്ച പൊന്തിയത്. ആ നിൽപ്പ് തുടർന്നാൽ സംസാരം നീളുമെന്ന് തോന്നി. ഞാൻ പൊയ്ക്കോട്ടെ? ഈ വഴി പൊയ്ക്കോ, അവർ മുന്നിലോട്ട് ചൂണ്ടിക്കാട്ടി. സാരി ഉയർത്തിപ്പിടിച്ച് വേഗം നടന്നു. കാലിനേക്കാൾ ധൃതി മനസ്സിനായിരുന്നു. എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ. മാവിൻ ചൂട്ടിൽ മാങ്ങയുടെ ഒരു കൂമ്പാരം കണ്ടു. തൊട്ടടുത്തൊരു തോട്ടിയും. തൊടി കടന്നെത്തിയത് സിമന്റിട്ട മുറ്റത്തേക്കാണ്. ആ വീട് അത്രയും അടുത്ത് ആദ്യം കാണുകയായിരുന്നു. എന്നിട്ടും എവിടെയും നോട്ട് ഉറച്ചു നിന്നില്ല. പടികൾ വേഗം ഇറങ്ങി. പടിപ്പുര കടന്നു കിട്ടിയപ്പോഴാണ് ശ്വാസം നേരെ വീണത്. വഴിയിലേക്കിറങ്ങാൻ മനസ്സു ഭയന്നു. കൺമുന്നിൽ അപ്പോഴും കൊമ്പ് കുലുക്കി പാഞ്ഞു വന്ന ആ കാളക്കൂറ്റന്റെ രൂപം. ഈശ്വരാ, അതെങ്ങാനും തിരിച്ചു വന്നാൽ! 10-20 അടി ദൂരം താണ്ടണം ലോഡ്ജിലേക്ക്. നിമിഷങ്ങളോളം സംശയിച്ചു നിന്നു. ഒരു കൂട്ടില്ലാതെ തനിച്ച് വഴിയിലേക്കിറങ്ങാനുള്ള ധൈര്യമില്ല. ആ സ്ത്രീയെങ്കിലും ഒപ്പമുണ്ടായിരുന്നെങ്കിൽ. തിരിഞ്ഞ് ആ വീട്ടിലേക്ക് നോക്കി. മാളികപ്പുരയുടെ വരാന്തയിൽ അയാൾ നോട്ടം തന്നിലേക്കാണെന്ന് മനസ്സിലാക്കിയ നിമിഷം ഉള്ളിൽ ജാള്യത. പിന്നീട് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇറങ്ങി നടന്നു. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് ലോഡ്ജിന്റെ പടിക്കലെത്തിയത്. മുറ്റത്തെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ശ്വാസം നേരെ വീണു. കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചു കയറ്റുമ്പോഴും തുണികൾ ചെളി കളഞ്ഞെടുക്കുമ്പോഴുമൊക്കെ ആ രൂപമായിരുന്നു മനസ്സിൽ. ഇടതൂർന്ന ചുരുണ്ട മുടിയും പ്രകാശം നിറഞ്ഞ കണ്ണുകളും വെളുത്തു ചുവന്ന മുഖവും ഇപ്പോഴും കണ്ണിനടുത്ത്. ആ നിശ്വാസം മുഖത്ത് തട്ടുന്നത് പോലെ. കഴിഞ്ഞുപോയ ആ നിമിഷങ്ങളെ ഉള്ളിൽ നിന്നും കുടഞ്ഞു കളയാനാകുന്നില്ല. തുണിയൊക്കെ അയയിൽ വിരിച്ചു കഴിഞ്ഞ് ഉടുത്തിരുന്ന സാരി കഴുകാനായി അടുത്ത ശ്രമം. മാറ്റി ഉടുക്കാനുള്ളത് എടുക്കാൻ വേണ്ടി സോപ്പ് പെട്ടിയിലായിരുന്ന താക്കോൽ നോക്കി. അതിലുണ്ടായിരുന്നില്ല. വീട് പൂട്ടി താക്കോൽ സോപ്പ് പെട്ടിക്കുള്ളിലാണ് സാധാരണ വെക്കാറ് പതിവ്. കുളത്തിന്റെ കരയിൽ നിന്ന് പോരുമ്പോഴും സോപ്പിനേക്കാൾ നീണ്ട ആ താക്കോൽ ഉണ്ടെന്ന് താൻ ഉറപ്പുവരുത്തിയതോർക്കുന്നു. സോപ്പ് പെട്ടി കയ്യിൽ നിന്ന് തെറിച്ചു പോയപ്പോൾ പുറത്തേക്ക് വീണതാവാനാണ് വഴി. അല്ലാതെ അത് നഷ്ടപ്പെടില്ല, തീർച്ച. വീണ്ടും ആ വീട്ടിലേക്ക് താക്കോലും അന്വേഷിച്ച്. ഈശ്വരാ, ഇതെന്തൊരു പരീക്ഷണമാണ്! നിസ്സഹായതയിൽ തളർന്നിരിക്കാനേ നിമിഷങ്ങളോളം കഴിഞ്ഞുള്ളൂ. ആ ഇരിപ്പിൽ നോട്ടം പാഞ്ഞത് മാളികപ്പുരയിലേക്കാണ്. അവിടെ ശൂന്യമായിരിക്കുന്നു, എന്നത്തെയും പോലെ.
കുറച്ചു മുമ്പ് ആ മനുഷ്യൻ അവിടെ നിന്നിരുന്നുവെന്നത് തൻ്റെ തോന്നലായിരുന്നോ? ഇവിടെ വന്നിട്ട് മാസം 1 കഴിഞ്ഞു. ഇന്നേ വരെ ഒരു മനുഷ്യജീവിയെയും ആ വരാന്തയിൽ കണ്ടിരുന്നില്ല. ശരീരത്തിനും മനസ്സിനും ഒന്നുപോലെ ബാധിച്ചിരുന്ന മരവിപ്പ് ഒന്ന് മാറിക്കിട്ടിയപ്പോൾ പതുക്കെ എഴുന്നേറ്റു. താക്കോൽ അന്വേഷിച്ചു പോകാതിരിക്കാൻ വയ്യ. പടിയിറങ്ങുന്നതിനു മുമ്പ് ആദ്യം ചെയ്തത് സാരിയുടെ അടിഭാഗത്ത് പറ്റിയിരുന്ന അഴുക്ക് കഴുകിക്കളയുകയായിരുന്നു. കാളയെക്കുറിച്ചുള്ള ഭയമൊക്കെ പമ്പ കടന്നിരുന്നു. അപ്പോഴേക്കും താക്കോലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. സമയബോധം പോലും ഉണ്ടായിരുന്നില്ല. ഏത് നിമിഷവും സ്കൂൾ വിട്ട് യമുനയും കൂട്ടരും മടങ്ങി വന്നേക്കാം. കാളയിൽ നിന്ന് രക്ഷപ്പെട്ട ഭാഗത്ത് ആദ്യം ചെന്ന് നോക്കി. എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടെങ്കിൽ. ഒട്ടൊരു വല്ലായ്മയോടെയാണ് ആ ഭാഗമൊക്കെ പരതിയത്. താക്കോലിന്റെ പൊടി പോലും അവിടൊന്നും കാണാനുണ്ടായിരുന്നില്ല. തൻ്റെ തോൾപ്പൊക്കമെങ്കിലും ഉണ്ടാവും പറമ്പിന്. നോട്ടം ശരിക്ക് അവിടേക്ക് എത്തുന്നില്ലെന്ന് കണ്ടു. ആ വീട്ടിലേക്ക് കയറി ചെന്നേ പറ്റൂ. കുഴഞ്ഞ മനസ്സുമായാണ് തിരിഞ്ഞു നടന്നത്. കാലുകൾ കനം തൂങ്ങുന്നതറിഞ്ഞു. ഉള്ളിൽ സ്വയം ശപിക്കുകയും ചെയ്തു. പടികൾ കയറി തുടങ്ങിയപ്പോൾ ആശങ്കയോടെ നാലുപാടും കണ്ണുകൾ തെരഞ്ഞു. ആ മനുഷ്യനെ ഇനി അഭിമുഖീകരിക്കാൻ വയ്യ. പൂമുഖം വിജനമാണ്. സിമന്റിട്ട മുറ്റത്തേക്ക് കടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കത്ത് ഒരു കുഞ്ഞുമായി തൻ്റെ ഒപ്പം പ്രായമുള്ള ഒരു പെണ്ണ് ഉമ്മറവാതിൽ കടന്നു വന്നു. തന്നെ കണ്ട നിമിഷം അവരുടെ കാലുകളുടെ ചലനമറ്റു. എന്തേയ്? ചോദ്യമുണ്ടായത് പെട്ടെന്നാണ്. താൻ വാക്കുകൾക്ക് വേണ്ടി പരതുമ്പോൾ ആ സ്ത്രീയുടെ അടുത്ത ചോദ്യം. ആ പുരയിലുള്ളതല്ലേ നിങ്ങള്? ഉവ്. എന്തേ വന്നത്? ഇനിയും ചോദ്യങ്ങൾ തുരുതുരെ ഉണ്ടാവുമെന്ന് തോന്നി. പുരയുടെ താക്കോല് അവിടെ വീണു. ഒന്ന് നോക്കിയെടുക്കണം. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ഇപ്പൊ പിടികിട്ടി. നിങ്ങളെയാണ് മൂരി കുത്താൻ വന്നത് ഇല്ലേ? ഉള്ളിൽ ജാള്യത തോന്നിയ നിമിഷങ്ങൾ. തൻ്റെ മുഖം മ്ലാനമായിട്ടുണ്ടാവും. അത് അവർ ശ്രദ്ധിച്ചു. കൽമേയി പറഞ്ഞ ഞാൻ അറിഞ്ഞത്. സാരമില്ല. ആപത്തൊന്നും ഉണ്ടാവാതിരുന്നത് കാര്യമായി. സൗഹൃദഭാവത്തിൽ അവർ ചിരിച്ചു. വന്നോളൂ, ഞാനും കൂടി തിരയാം. ഒന്നിച്ചു നടക്കുമ്പോൾ അവർ ആരായിരിക്കും എന്നൊന്നും ചിന്തിക്കാൻ മനസ്സൊരുങ്ങിയിരുന്നില്ല. കാണാതെ പോയ താക്കോൽ അത്രയ്ക്കും സ്വൈര്യം കെടുത്തിയിരുന്നു. തൊടിയിലേക്ക് നടക്കാനായിരുന്നു കുറേ ദൂരം. സിമന്റിട്ട മുറ്റം കടക്കുന്നതിനു മുമ്പ് വീണ്ടും ചോദ്യമുണ്ടായി. അവിടെ പാർക്കാൻ വന്ന പുതിയ ടീച്ചർ നിങ്ങളാ? എവിടാ നാട്? അതിനും മറുപടി പറഞ്ഞു. പിന്നെയും ഉണ്ടായിക്കൊണ്ടിരുന്ന ചോദ്യങ്ങൾ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇളയവരെത്ര? അവരുടെ പ്രായം? അച്ഛൻ്റെ ജോലി? ഒന്നിനും മറുപടി പറയാതിരിക്കാനായില്ല. അവരുടെ ഒക്കത്തിരുന്ന കുഞ്ഞിൻ്റെ മിഴികൾ തൻ്റെ മുഖത്താണ്. ശിരസിൽ ഒരൊറ്റ മുടി പോലുമില്ല ആ കുട്ടിക്ക്. എല്ലാം വടിച്ചു കളഞ്ഞിരിക്കുന്നു. ആൺകുട്ടിയാണെന്ന് അതിൻ്റെ വേഷം കണ്ടാണ് തിരിച്ചറിഞ്ഞത്. ആ നാടിൻ്റെ പ്രത്യേകതയായിരുന്നു അതെന്ന് തോന്നി. മിക്കവാറും ആൺകുട്ടികളുടെ തലയിലൊന്നും മുടിയുണ്ടാവില്ല. കുറച്ച് കിളിർത്ത് വരുമ്പോഴും വീണ്ടും പഴയ സ്ഥിതിയിലെത്തിക്കും. മുതിർന്നവരിലാണ് അല്പനേരമെങ്കിലും ഒരു മാറ്റം കണ്ടത്. എവിടാ താക്കോല് വീണതെന്ന് നിശ്ചയമുണ്ടോ നിങ്ങൾക്ക്? തൊടിയിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പായിരുന്നു ആ ചോദ്യം. മാവിൻ ചുവടിനപ്പുറം കാട്ടിക്കൊടുത്തു. പിന്നീട് തിരയുകയായിരുന്നു ഇരുവരും കൂടി. ഒട്ടൊരു വിഹ്വലതയോടു കൂടിയാണ് ഓരോ ഇഞ്ചും അരിച്ചു പെറുക്കിയത്. കെട്ടിനിന്ന വെള്ളത്തിൽ വരെ നോക്കി. മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ലല്ലോ. നിരാശയായിരുന്നു ഫലം. എങ്ങും കാണാനില്ലല്ലോ ടീച്ചറെ. നടന്നു വരുന്ന വഴിക്കെങ്ങാനും കളഞ്ഞത്. പറമ്പിന്റെ അരികിൽ ചെന്ന് നിന്ന് ചുറ്റുപാടും സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് അവർ പറഞ്ഞു. മറുപടി പറയാനുള്ള ശക്തി നാവിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. സർവ്വ അംഗം തളരുന്നത് പോലെ. അബുവിനോടൊന്ന് ചോദിക്കട്ടെ, അവൻ എങ്ങാനും കണ്ടിരുന്നോ എന്ന്. പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ കയ്യിൽ കിട്ടിക്കാണാൻ വഴിയില്ലെന്ന് മനസ്സ് പറയുന്നു. തനിക്ക് മുമ്പേ സ്ഥലം കാലിയാക്കിയത് ആ മനുഷ്യനാണ്. തടയാനാവുന്നതിനു മുമ്പ് അവർ മുറ്റത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. നീട്ടിയുള്ള വിളി അകലെ നിന്ന് മുഴങ്ങി. കണ്ണുകൾ നാലുപാടും പരതുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളായിരുന്നു മുമ്പിൽ. പൂട്ട് കുത്തി തുറക്കേണ്ടി വരും. അതിന് കൊല്ലനെ ആശ്രയിച്ചേ പറ്റൂ. കതകുപാളിയിൽ തന്നെ പിടിപ്പിച്ച പൂട്ടായിരുന്നു അത്. പകരം മറ്റൊന്ന് വെക്കണം. തൻ്റെ ശമ്പളത്തിൻ്റെ പകുതിയിൽ കൂടുതലെങ്കിലും ചെലവാകും. അതൊക്കെ സഹിക്കാം. നടന്നതൊക്കെ വള്ളിപുള്ളി വിടാതെ മറ്റുള്ളവരോട് വിളമ്പേണ്ടി വരിക ഓർക്കാനേ ആവുന്നില്ല. മരിക്കുന്നതാണ് അതിനേക്കാൾ ഭേദം. യമുനയുടെയും കൂട്ടരുടെയും ഒക്കെ പരിഹാസം നിറഞ്ഞ ചിരി കൺമുന്നിൽ തെളിയുന്നു. വയ്യ.
അബുവും കണ്ടിട്ടില്ലല്ലോ ടീച്ചറെ. ഓർക്കാപ്പുറത്തായിരുന്നു ആ സ്വരം. തിരിഞ്ഞു നോക്കുമ്പോൾ അവരോടൊപ്പം ആ മനുഷ്യനും കൽമേയും. തന്റെ മുഖത്തേക്ക് വീണ നോട്ടം നേരിടാനാവുന്നില്ല. ദേ ഇവിടാണ് സോപ്പുപൊട്ടി വീണ് കിടന്നത്. താക്കോൽ എന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടേയില്ല. കൽമേയി തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി. താക്കോല് കാണാഞ്ഞിട്ട് ടീച്ചർ വല്ലാതെ ബേജാറായിരിക്കണു. തന്റെ മുഖഭാവം കണ്ടിട്ടാവാം, കൽമേയി കൂട്ടിച്ചേർത്തു. സങ്കടം നെഞ്ചിൽ വന്ന് മുട്ടിത്തിരിയുന്നു. നമുക്ക് കൊല്ലനെ വരുത്തി കതക് തുറക്കാം. അയാൾ ആദ്യമായി നാവനക്കി. അയ്യോ വേണ്ട. നാവിൽ നിന്നും സ്വയം അറിയാതെ വീണുപോയ വാക്കുകൾ. ഈശ്വരാ, താൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങളാണ് ഇനി അരങ്ങേറാൻ പോകുന്നത്. പിന്നെന്താ ടീച്ചറെ വഴി? അവരും ചോദിച്ചു. ഉത്തരം മുട്ടുകയാണ് തനിക്ക്. കണ്ണുകൾ നിറഞ്ഞു കവിയുന്നത് മറ്റാരും കാണാതിരിക്കാനായി കുനിഞ്ഞ് താക്കോൽ തിരയുന്നതായി നടിക്കാനേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. ഇവിടെ അടുത്ത് കൊല്ലന്റെ ആലയുണ്ട്. ചേക്കുട്ടി വരട്ടെ. ദാ പറയുന്നതിനു മുമ്പ് അവൻ വിളിച്ചോണ്ട് വരും. താഴത്തങ്ങാടീന്ന് വേറൊരു പൂട്ടും വാങ്ങാം. ആ സ്ത്രീ തന്നെ പോംവഴി കണ്ടുപിടിച്ചു. കവിളിലൂടെ ഒഴുകാൻ തുടങ്ങിയ കണ്ണുനീർ ചാലുകൾ പതിയെ പുറം കൈകൊണ്ട് തൂത്തെറിഞ്ഞു. തന്റെ സങ്കടം അവരാരും അറിയരുതെന്നായിരുന്നു ആഗ്രഹം. കുനിഞ്ഞ മുഖം ഉയർത്താനുള്ള ധൈര്യം ലഭിച്ചില്ല. ആ നിൽപ്പിൽ 2 വെളുത്ത കാലടികൾ തൊട്ടരികിൽ കണ്ടു. അയാൾ തന്നെ കടന്ന് മുന്നിലേക്ക് പോകുന്നു. ഇവിടെ തന്നെയാണ് വീണതെന്ന് ടീച്ചറിന് നിശ്ചയമുണ്ടോ? ചോദ്യം തന്നോടാണ്. ഉവ്. മുഖമുയർത്തി സോപ്പ് വെട്ടി വീണിടം കാട്ടിക്കൊടുത്തു. ടീച്ചർമാര് ഇത്രയ്ക്കേ ഉള്ളൂ? കൊച്ചു കിടാങ്ങളെ പോലെ കരയുക? ആ സ്ത്രീയാണ് ചോദിച്ചത്. കൽമേയി നിന്നിടം ശൂന്യം. അവരെപ്പോഴാണ് പോയത്? അയാൾ നിശബ്ദം തിരിഞ്ഞ് സോപ്പ് പെട്ടി വീണ് കിടന്ന വെറ്റില ചുവടും ചുറ്റുപാടും പരിശോധിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ സർവ്വ ഈശ്വരന്മാരെയും മനസ്സിൽ ധ്യാനിക്കുകയായിരുന്നു. നിലത്തൊന്നും പുതുതായി ഒരു തുരുമ്പ് പോലും ഉണ്ടായിരുന്നില്ല. 100 ആവർത്തിയെങ്കിലും താനും അവരും കൂടി നോക്കിയതാണ്. പിന്നീട് അയാളുടെ നോട്ടം ആ വെറ്റിലക്കൊടിയിലേക്കായി. ഓരോ ഇലയും ഉയർത്തി സസൂക്ഷ്മം തിരയുന്നത് ഒരു ഉൾപ്പിടപ്പോടെ നോക്കി നിന്നു. പെടുന്നനെ എവിടെ നിന്നോ തൊടുങ്ങി നിന്നിരുന്ന താക്കോൽ താഴേക്ക് വീണു. കിട്ടിപ്പോയി. ആ സ്ത്രീ മുന്നോട്ടാഞ്ഞ് അതെടുത്തു. തന്റെ ഉള്ളിലും ആഹ്ലാദത്തിന്റെ ജ്വലനം. നിന്ന നിൽപ്പിൽ തുള്ളിച്ചാടാനാണ് മനസ്സൊരുങ്ങിയത്. പക്ഷേ സ്വയം നിയന്ത്രിച്ചു. അബുവിന്റെ ബുദ്ധി നമുക്ക് തോന്നിയില്ല. അവർ പറഞ്ഞു. ചുണ്ടുകളിൽ ഉദിച്ച മന്ദഹാസവുമായി ആ മനുഷ്യൻ നടന്നുപോയി. ഒരു നന്ദി വാക്ക് ഉച്ചരിക്കാനുള്ള ഇടം പോലും നൽകാതെ. അല്ലെങ്കിലും നന്ദി എന്ന 2 അക്ഷരത്തിന് ഇരുവർക്കുമിടയിൽ എന്തു പ്രസക്തിയുണ്ടായിരുന്നു? പിന്നീടുള്ള തന്റെ ജീവിതം തന്നെ ആ മനുഷ്യനിൽ നിന്ന് കടം കൊണ്ടതായിരുന്നില്ലേ? പുതിയൊരു സൗഹൃദം നാമ്പെടുക്കുകയായിരുന്നു പിന്നീട്. താനും സൈനബയുമായുള്ള ബന്ധം, ആ അടുപ്പം മറ്റൊരു ബന്ധത്തിനു കൂടി നാന്ദിയാവുകയായിരുന്നോ? പ്രത്യേകിച്ചൊരു ഉത്തരം കണ്ടുപിടിക്കാനാവുന്നില്ല. എന്തായാലും ഒരു കാര്യം തീർച്ചയുണ്ട്. ആ വീടിനും തനിക്കുമിടയിൽ ഒരു പാലം സൃഷ്ടിച്ചത് സൈനബുവാണ്. ആ വലിയ വീട്ടിലെ മരുമകളായിരുന്നു സൈനബു. 15 വയസ്സിൽ മണവാട്ടിയായി അവിടേക്ക് കടന്നുവന്ന വെറ്റില കച്ചവടക്കാരൻ അഹമ്മദ് കുട്ടിയുടെ സീമന്തപുത്രി. ദാരിദ്ര്യത്തിന്റെ കയ്പുനീർ മതിവരുവോളം കുടിച്ചു വളർന്നവൾ. 9 മക്കളായിരുന്നു അഹമ്മദ് കുട്ടിക്ക്. മൂത്തത് 7 പെൺകുട്ടികളും. സൈനബുവിനെ ഹസൻ നിക്കാഹ് ചെയ്യുമ്പോൾ വെറ്റിലപ്പറമ്പിൽ ഒരു മരണം നടന്നിട്ട് അധികം നാളായിരുന്നില്ല. ഹസന്റെയും അയൂബിന്റെയും അബുവിന്റെയും ചിത്തഭ്രമം ബാധിച്ച ഉപ്പയുടെ മരണം. ചെങ്ങലയിൽ കിടന്ന് നരകിച്ച് കാലുകളൊക്കെ വ്രണം പഴുത്തു പൊട്ടി. ജീവിതത്തിനും മരണത്തിനുമിടയ്ക്ക് കാലങ്ങൾ ഒരുപാട് കഴിച്ചുകൂട്ടിയായിരുന്നു ആ അന്ത്യം. സൈനബുവിന്റെ ഉപ്പ എല്ലാത്തിനും ദൃക്സാക്ഷിയായിരുന്നു. അന്നും ഇന്നും പറമ്പുകളിലെ വെറ്റില മൊത്തം കൊണ്ടുപോകാൻ വരുന്നത് അയാളാണ്. എന്നിട്ടും ആ മനുഷ്യൻ പ്രലോഭനങ്ങളിൽ വീണു. ഇല്ലായ്മകളും ദാരിദ്ര്യവും അഹമ്മദ് കുട്ടിയുടെ കണ്ണുകളിൽ നിഴൽ വീഴ്ത്തി. അതോ വെറ്റിലപ്പറമ്പുകാരുടെ പണവും സമൃദ്ധിയും അയാളെ സ്വാധീനിച്ചതോ? ആൺകുട്ടികൾക്ക് 10-20 വയസ്സാവുന്നതിനു മുമ്പ് നിക്കാഹ് നടക്കുകയായിരുന്നു ആ ദേശത്തെ പതിവ്. പക്ഷേ 25 കഴിഞ്ഞിട്ടും ഹസൻ ഒറ്റത്തടിയായി നിന്നു. കാണാൻ സുമുഖൻ, ആരോഗ്യദൃഢഗാത്രൻ, കയ്യിൽ ചെലവഴിക്കാൻ ധാരാളം പണം, അറകളൊഴിയാതെ നെല്ലും കുരുമുളകും. തറവാടിന്റെ ഭൂസ്വത്ത് എവിടെയൊക്കെയാണെന്ന് ഹസന് പോലും തിട്ടമില്ല.
കോയാക്കിയാണ് എല്ലാം കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്യുന്നത്. ഉപ്പയുടെ കാലം മുതൽക്കേയുള്ള കാര്യസ്ഥനാണ്. കാലാകാലങ്ങളിൽ കൃഷി ഇറക്കുന്നതും വിളവെടുക്കുന്നതിനുമൊക്കെ മേൽനോട്ടം വഹിക്കുന്നതും കോയാക്ക തന്നെ. 100% കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരാൾ. ചതിയും വഞ്ചനയും ഒന്നും അദ്ദേഹത്തിന്റെ നിഘണ്ടുവിലില്ല. കോയാക്കയുടെ മധ്യസ്ഥതയിലാണ് ഹസന്റെയും സൈനബുവിന്റെയും നിക്കാഹ് നടന്നത്. സൈനബുവിന് അണിയാനുള്ള പണ്ടങ്ങളും കല്യാണച്ചെലവിനുള്ള പണവും വെറ്റിലപ്പറമ്പുകാർ കൊടുത്തു. നിക്കാഹിന് പലരും പല വഴിക്ക് ചെന്നു. മകളെ കൊലയ്ക്ക് കൊടുക്കുകയാണോ എന്നായിരുന്നു ചോദ്യം. സൈനബുവിന്റെ കാതിലും അതൊക്കെ വീണിരുന്നു. എന്റെ തലയിലും അപ്പോ അതൊന്നും കേറിയില്ല ടീച്ചറെ. എന്നെ കാണാൻ വന്ന ആളിന്റെ മുഖം തന്നെയായിരുന്നു ഊണിലും ഉറക്കത്തിലും ഖൽബിലും ഉണ്ടായിരുന്നത്. എത്ര ചേലുള്ള ഒരു മനുഷ്യനായിരുന്നെന്നോ. അബുവിനും അയ്യൂബിനും ആ ചേലിന്റെ ഒരംശം പോലും കിട്ടിയിട്ടില്ല. സൈനബു ഗതകാല സ്മരണകളിൽ ആണ്ടുപോയ നിമിഷങ്ങൾ. സൈനബുവിന്റെ ഉപ്പ അതോടെ രക്ഷപ്പെടുകയായിരുന്നു. താഴെയുള്ള അനിയത്തിമാരിൽ 2 പേരുടെ നിക്കാഹ് കൂടി 2 വർഷത്തിനുള്ളിൽ നടന്നു. ഹസൻ നിർലോഭം സഹായിക്കുമായിരുന്നു. അതിനുള്ള സന്മനസ്സും ഉണ്ടായിരുന്നതാണ് സൈനബുവിന് കിട്ടിയ ഭാഗ്യം. അഹമ്മദ് കുട്ടിയുടെ കച്ചവടം ഒന്ന് പച്ച പിടിച്ചു വരുമ്പോഴാണ് ആ ദുരന്തം ഉണ്ടാകുന്നത്. ഒരു കുട്ടിയായിരുന്നു അപ്പോഴേക്കും. ഒരു കുഞ്ഞോളം പോലും ഇല്ലാതെ സ്വച്ഛന്തം ഒഴുകുകയായിരുന്നു ആ ദാമ്പത്യം. നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഹസന്റെ ഉപ്പയിലും ചിത്തഭ്രമത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ പ്രായം. 30-ാം വയസ്സിന് ശേഷമുള്ള നാളുകളിൽ കുറേശ്ശെ അസ്വാസ്ഥ്യങ്ങൾ ഹസനിലും പ്രകടമായിക്കൊണ്ടിരുന്നു. തികഞ്ഞ മൗനമാണ് ആദ്യ ലക്ഷണം. പിന്നെ ഉറക്കമില്ലായ്മയും അകാരണമായ ഉത്കണ്ഠകളും ഭീതിയും. മുകളിലായിരുന്നു കിടപ്പും മുറി. പടി കയറുമ്പോൾ തല കറങ്ങി വീഴുമെന്ന് ഭയന്ന് കിടപ്പൊക്കെ താഴെയാക്കി. എന്നാലും ഉറങ്ങില്ല. രാത്രി ഉറങ്ങാതെ മുറിക്കുള്ളിൽ തന്നെ ചുറ്റി നടക്കും. എന്തെങ്കിലും ചോദിച്ചാൽ അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കും. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെയും കുഞ്ഞിനെയും നോക്കി ഗോഷ്ഠികൾ കാണിക്കാൻ തുടങ്ങി. ആ മുഖം കണ്ട് താൻ പോലും ഭയന്നു. അധ്യായം 10. അബു കോഴിക്കോടുള്ള ഏതോ കോളേജിലാണെന്ന്. വല്ലപ്പോഴുമേ വീട്ടിൽ വരൂ. ആദ്യം വിവരമറിയിച്ചത് അബുവിനെയാണ്. നാട്ടുമരുന്നും മന്ത്രവാദവും ഒന്നും നടത്താൻ അവർ സമ്മതിച്ചില്ല. ഉപ്പയ്ക്കുണ്ടായ അനുഭവങ്ങൾ ഓർത്താവും അത് സമ്മതിക്കാതിരുന്നതെന്ന് മനസ്സിലായി. അബുവിന്റെ നിർബന്ധത്തിലാ കോഴിക്കോട്ടേക്ക് തന്നെ കൊണ്ടുപോയത്. അവിടെ കിടത്തി ചികിത്സിക്കുന്ന ആസ്പത്രിയിൽ ഒരുപാട് നാൾ അവരെ പാർപ്പിച്ചു. നടന്ന കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിക്കുമ്പോൾ സൈനബുവിന്റെ സ്വരം ഇടയ്ക്കിടെ ഇടറി. അബുവിന്റെ പഠിപ്പും അതോടെ നിന്നു. അനുജന്മാരെ ഒരുപാട് പഠിപ്പിക്കണമെന്നൊക്കെ മൂപ്പർക്ക് ആഗ്രഹമുണ്ടായിരുന്നതാ. അതിനിടയിലാണ് സ്തോഭത്തിന്റെ ഇടർച്ച. സൈനബുവിന്റെ വാക്കുകളിൽ വീണ്ടും ഉണ്ടായി. സൂക്കേടുണ്ടായതിൽ പിന്നെ എന്നെയും മോനെയും തിരിച്ചറിഞ്ഞില്ല. മുഖത്ത് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. അരികെ ചെല്ലാൻ പോലും പേടിയാണ്. പകലും രാത്രിയും ഉപ്പായെ വിട്ടുമാറാതെ നടന്ന മകൻ ആ നിഴല് കണ്ടാൽ മതി ഓടി ഒളിക്കും. സംസാരിക്കാൻ തുടങ്ങിക്കിട്ടിയപ്പോഴാണ് സൈനബുവിന്റെ ഉറഞ്ഞു കിടന്നിരുന്ന ദുഃഖത്തിന്റെ ആഴമറിഞ്ഞു തുടങ്ങിയത്. അതുവരെ സ്വന്തം വ്യതകൾ മനസ്സിൽ തളച്ചിട്ട് സദാ പ്രസരിപ്പാർന്ന മറ്റൊരു മുഖപടം എടുത്തണിഞ്ഞിരിക്കുകയായിരുന്നു സൈനബു. ഏതു നേരവും റബ്ബിനോട് ദുആ ചെയ്യുകയായിരുന്നു ഞാനും അമ്മായിയും. ഒരുപാട് നാളത്തെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എല്ലാം മാറിയെന്ന് കരുതി. പഴയ കളിയും ചിരിയും ഒന്നുമില്ലെങ്കിലും എന്നോടും മുനീറിനോടുമൊക്കെ അടുപ്പം കാട്ടി. താരിഖ് മോൻ ഉണ്ടായതും ആ കാലത്താണ്. സൈനബു പറഞ്ഞു നിർത്തി. വിറയ്ക്കുന്ന ചുണ്ടുകൾ കടിച്ചമർത്തി അവൾ ഏറെ നേരം ഇരുന്നു. മൗനം ഇരുവർക്കുമിടയിൽ ഇഴഞ്ഞു നടന്നു. സൈനബുവിന്റെ വലിയ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. എപ്പോഴാണ് ഒരു പ്രവാഹമുണ്ടാവുക എന്ന് പറയാൻ വയ്യാത്ത അവസ്ഥ. തന്റെ മനസ്സിലും വ്യാകുലത നിറഞ്ഞു നിൽക്കുന്നതറിഞ്ഞു. ഏറ്റവും അടുത്ത ആൾക്കാരെക്കുറിച്ചാണ് കേൾക്കുന്നതെന്ന തോന്നൽ. റബ്ബ് കൽപ്പിച്ചത് മനുഷ്യന്മാരെക്കൊണ്ട് മാറ്റാൻ പറ്റൂല ടീച്ചറെ. എല്ലാം മാറീന്ന് നമ്മൾ വിചാരിച്ചിരുന്നതൊക്കെ വെറുതെയായി. പഴയ ചേലിക്ക് ആ മനുഷ്യനാവുമെന്ന് ഞാൻ അന്നൊന്നും വിചാരിച്ചിരുന്നതേയില്ല. ഒരു രാത്രി ഉറക്കത്തീന്ന് ഞെട്ടി ഒന്നുണരുമ്പോ മുറിയില് വട്ടം ചുറ്റുകയാ ഒരാള്. ആ മുഖവും ഭാവവും ഒക്കെ കണ്ടിട്ട് നാവെടുത്ത് ഒരു വാക്ക് ചോദിക്കാനുള്ള കരളുറപ്പ് നമുക്കുണ്ടായില്ല. എന്റെ നിലവിളി കേട്ട് എല്ലാവരും ഉണർന്നു വന്നു. എങ്ങനെ ആ മുറിയിന്ന് മോനെയും എടുത്ത് ഞാൻ രക്ഷപ്പെട്ടതെന്ന് എനിക്കറിയില്ല ഇപ്പോഴും.
മാസം തികഞ്ഞിരിക്കെ അന്ന്. 2 കൈകളും കൊണ്ട് മുഖം പൊത്തി സൈനബ് തേങ്ങി. ബെഞ്ചിലിരുന്ന മുനീർ ഉമ്മ കരയുന്നത് നിമിഷങ്ങളോളം നോക്കിയിരുന്നു. പിന്നീട് എഴുന്നേറ്റ് സൈനബുവിന്റെ അരികിൽ ചെന്ന് ആ കൈകൾ മുഖത്തുനിന്ന് പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നത് നിറകണ്ണുകളോടെ കണ്ടു. അവൻ ഏതു നിമിഷവും കരഞ്ഞേക്കുമെന്ന് തോന്നി. കാരണമൊന്നും അറിയില്ലെങ്കിലും ഉമ്മ കരയുന്നത് കണ്ട് ആ മുഖത്തും സങ്കടം ഉരുണ്ടുകൂടുന്നു. ഉമ്മയുടെ കണ്ണിൽ പൊടി വീണിട്ട് കരയുവാ. മുനീറിനെ പിടിച്ച് മടിയിലിരുത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആ മുഖം കാണുമ്പോഴൊക്കെ ശ്വാമിനെയാണ് ഓർമ്മ വരുന്നത്. നോട്ടവും ഭാവവും ഒക്കെ ഏതാണ്ട് അതേപോലൊക്കെ തന്നെ. മുഖശ്രീയും ഓമനത്വവും ഏറെയുള്ള ഇളയ കുട്ടിയോട് പോലും തോന്നാത്ത ഒരടുപ്പമാണ് മുനീറിനോട് തനിക്ക്. കരയാതെ സൈനബു. ദേ മുനീറാകെ വിഷമിച്ചിരിക്കുവാ. തന്റെ വാക്കുകൾ കേട്ടിട്ടാവും സൈനബു കരച്ചിലടക്കാൻ ശ്രമിച്ചു. തട്ടത്തിന്റെ തുമ്പെടുത്ത് മുഖവും കണ്ണുകളും തുടയ്ക്കുന്നത് നോക്കിയിരുന്നു. സൈനബുവിന്റെ ഉപ്പയുടെ നിർബന്ധം കാരണം കുറച്ചു ദൂരെയുള്ള ഏതോ ഒരു പള്ളിയിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ് ആ മനുഷ്യനെ. കുറേനാൾ ഒരു തപസ്യ പോലെ അവിടെ കഴിഞ്ഞുകൂടിയാൽ എത്ര പഴക്കം ചെന്ന ഭ്രാന്തും മാറുമെന്നാണ് വിശ്വാസം. മരുന്നുകൊണ്ട് മാറാൻ കഴിയില്ലാത്തത് ആ തപസ്യ കൊണ്ട് മാറുമെന്ന് അബുവും ഇപ്പോൾ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. ആദ്യമൊക്കെ അങ്ങനെയുള്ള ഒരിടത്തേക്ക് കൊണ്ടുപോകാൻ മറ്റുള്ളവർ പറഞ്ഞിട്ടും അബു കൂട്ടാക്കിയില്ല. പഴയ മനോരോഗാശുപത്രിയിൽ ആണ് അഭയസ്ഥാനമെന്ന് അബു കരുതി. പിന്നെ വല്ലാതെ നിർബന്ധിക്കേണ്ടി വന്നു സൈനബുവിന്റെ ഉപ്പയ്ക്കും ബന്ധുക്കൾക്കും. പള്ളിയിലെ പാർപ്പ് തുടങ്ങിയിട്ട് മാസം 6-7 കഴിഞ്ഞിരിക്കുന്നു. സദാ കാവലുണ്ട്. 2 പേരെ അതിനായി മാത്രം ഏർപ്പെടുത്തിയിരിക്കുന്നു. മാറ്റമുണ്ട്. ആഴ്ചതോറും ഇക്കാക്കയെ കാണാൻ പോയി വരുമ്പോൾ അബു പറയും. ആശ്വാസവാക്കുകളുമായി ഉപ്പയും ഇടയ്ക്കിടെ വരും. എല്ലാം മാറും കുട്ടിയെ, റബ്ബിനോട് തേട്. ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥിക്കുകയാണ് സൈനബു സ്വന്തം ഭർത്താവിനെ സ്വബോധത്തോടെ മടക്കിക്കിട്ടാൻ. വല്ലാത്തൊരു വിധിയാണ് ടീച്ചറെ ഈ വീടിൻ്റേത്. ആര് ചെയ്ത പാപമോ എന്തോ. അമ്മായി സഹിച്ചതിന് കയ്യും കണക്കുമില്ല. ഒരിക്കല് ഭ്രാന്ത് മൂത്ത് കൊടുവാളുമായി അവരെ കൊല്ലാൻ ചെന്നതാണ് ഇവരുടെയൊക്കെ ഉപ്പ. പടച്ചോന്റെ വേണ്ടുകയുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് പോലും. അന്നിട്ടതാ കാലിലെ ചെങ്ങല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. പുറം കൈകൊണ്ട് കണ്ണുനീർ വടിച്ചെറിഞ്ഞുകൊണ്ട് സൈനബ പറഞ്ഞു. നടുക്കം പൂണ്ടിരിക്കാനേ കഴിയുന്നുള്ളൂ. മോൻ ഉണർന്ന് കരയുന്നുവെന്ന് അയ്യൂബ് വന്ന് പറയുമ്പോഴും ആ നടുക്കം വിട്ടുമാറിയിരുന്നില്ല. മുനീറിനെയും ഒക്കത്തേറ്റി സൈനബു യാത്ര പറഞ്ഞു പോയപ്പോഴും നിശ്ചലം ആ ഇരിപ്പ് ഇരുന്നു. സൈനബു കൊണ്ടുവന്ന പത്രം മടക്കുപോലെ നിവർത്താതെ ബെഞ്ചിലിരുന്നു. അതെടുത്ത് വായിക്കാനുള്ള മനസാന്നിധ്യമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. പത്രം വായിക്കാൻ തരുന്ന പതിവ് സൈനബുവാണ് തുടങ്ങിവെച്ചത്. മിക്കവാറും വൈകുന്നേരങ്ങളിൽ താൻ സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്നതും കാത്ത് സൈനബു പടിപ്പുരയിൽ ഉണ്ടാവും. ആ നേരങ്ങളിലാണ് 2 വാക്ക് സംസാരിക്കാനുള്ള ഇട ഇരുവർക്കും കിട്ടുക. മെസ്സിന്റെ ചുമതലയില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ സംഭാഷണം നീണ്ടുപോവുകയും ചെയ്യും. മിണ്ടിയും പറഞ്ഞുമിരിക്കാൻ ടീച്ചറെ പോലെ ഒരാളെ കിട്ടിയത് എന്താശ്വാസമായെന്നോ ഒരിക്കൽ അവൾ പറയുകയുണ്ടായി. ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ട് ഒരു കൂടപ്പിറപ്പിനോട് തോന്നുന്ന അടുപ്പമാണ് സൈനബുവിനോട് തനിക്കുണ്ടായത്. ഒരു വൈകുന്നേരം അങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ പത്രത്തിന്റെ ഏതോ ഒരു ഷീറ്റുമായി മുനീർ പടികൾ ഇറങ്ങി വന്നു. ആ കുരുന്നു മനസ്സിനെ ആകർഷിച്ച ഒരു ചിത്രം അതിലുണ്ടായിരുന്നു. ഒരു കാറിന്റെ പരസ്യമായിരുന്നു അത്. ഉമ്മയെ കാണിച്ച് അതെന്താണെന്ന് ചോദിക്കാനായിരുന്നു ആ വരവ്. ഇവിടെ പത്രം വരുത്താറുണ്ടോ? വെറുതെ ചോദിച്ചതാണ്. അങ്ങാടിന്ന് വാങ്ങും. അബുവിന് പത്രം കൂടാതെ കഴിയില്ല. രാവിലെ കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിലും ഊണ് വായിക്കാൻ പത്രം വേണം. ചേക്കൂട്ടീനെ ഏർപ്പാടാക്കിയിരിക്കുകയതിന്. പത്രം കയ്യിൽ വാങ്ങി മുനീറിന്റെ സംശയം താൻ തന്നെ തീർത്തു കൊടുത്തു. അത് കഴിഞ്ഞ് ആ പേജുകൾ ഒന്ന് ഓടിച്ചു നോക്കുകയും ചെയ്തു. നിങ്ങളുടെ പുരയില് പത്രം വരുത്താറില്ല അല്ലേ? സൈനബു ചോദിച്ചു. ഇല്ല. മറുപടി പറയുമ്പോഴും പത്രത്തിലായിരുന്നു കണ്ണുകൾ. ടീച്ചറിന് ഇവിടുന്ന് തരാം വായിക്കാൻ. അയ്യോ വേണ്ട, പെട്ടെന്ന് പറഞ്ഞുപോയി. തരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ടീച്ചറെ. അബുവിന്റെ വായന കഴിഞ്ഞ പത്രം ഈ കുട്ടിയോള് വലിച്ചു കീറി കളയുവാ. പറഞ്ഞു തീരുന്നതിനു മുമ്പ് സൈനബു പടി കയറിപ്പോയി. താരിഖും മുനീറും സിമന്റ് തിട്ടയിൽ തന്നോടൊപ്പം ഇരുന്നു. ഇരുവരും നന്നായി ഇണങ്ങിക്കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. 3-4 ദിവസത്തെ പത്രവുമായാണ് സൈനബു മടങ്ങി വന്നത്. വായിച്ചോളിൻ, മടക്കി തരികയൊന്നും വേണ്ട. എന്നിട്ടും വായന കഴിഞ്ഞ് പത്രം താൻ തിരിച്ചെത്തിച്ചു.
പിറ്റേന്ന് മുതൽ സൈനബു തന്നെ മുടങ്ങാതെ കാത്തുനിന്ന് അതാത് ദിവസത്തേത് ഏൽപ്പിക്കുമായിരുന്നു. ആ വെള്ളിയാഴ്ച പത്രം അയ്യൂബ് കൊണ്ടുവന്നു. സമയം ഉച്ചയാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പള്ളിയിൽ പോകാനുള്ള വേഷത്തിലായിരുന്നു അവൻ. വായന കഴിഞ്ഞിട്ടാണോ കൊണ്ടുവന്നത്? സൈനബു കൊടുത്തയച്ചതാകാമെന്നാണ് താൻ കരുതിയത്. കഴിഞ്ഞിരിക്കുന്നു, ഇക്കാക്ക തന്നയച്ചതാ. തിരിഞ്ഞോടുന്നതിനിടയിൽ അവൻ പറഞ്ഞു. പടിയിറങ്ങിയ അയ്യൂബ് പള്ളിയിലേക്കുള്ള വഴിയിലേക്ക് തിരിയുന്നത് കണ്ടു. കുറച്ചപ്പുറത്തായി ആരോ അവനെ കാത്തു നിൽപ്പുണ്ടെന്ന് തോന്നി. മുഖം കാണാനാവുന്നില്ല. ഇടതുറന്ന ചുരുണ്ട മുടിയിലേക്കാണ് ആ നോട്ടം ചെന്ന് വീണത്. ഉൾത്തടം ഒന്ന് ത്രസിച്ചുവോ? നിമിഷങ്ങൾ അടർന്നു വീണിട്ടും മനസ്സ് എങ്ങോ നഷ്ടമായതുപോലെ ആ നിൽപ്പ് നിന്നു. മുറിക്കകത്തായിരുന്നു താൻ, അല്ലെങ്കിൽ പടി കടന്നു പോകുന്ന ആളിനെ വ്യക്തമായി തനിക്ക് കാണാൻ കഴിഞ്ഞേനെ. ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് അപൂർവമാണ്. ഒരിക്കലുണ്ടായത് ഓർക്കുന്നു. സ്കൂളിൽ നിന്നുള്ള മടക്കയാത്രയിലായിരുന്നു താൻ. പാടത്തു നിന്നും വെട്ടുവഴിയിലേക്കുള്ള കയറ്റം കയറാൻ തുടങ്ങുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ആൾ മുന്നിൽ. കാലുകൾ ഒന്നിടറി. പിന്നിലുണ്ടായിരുന്ന കോയാക്കയുടെ മുഖം പിന്നീടാണ് കണ്ണുകളിൽ വീണത്. അത്യാവശ്യമായി എങ്ങോട്ടോ പോകുന്ന ധൃതിയിലായിരുന്നു ഇരുവരും. ഒരു മരിപ്പറഞ്ഞു പോകുക. ഒന്നും ചോദിക്കാതെ തന്നെ കോയാക്ക പറഞ്ഞു. ആരാണെന്നും എവിടാണെന്നുമൊക്കെ അന്വേഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. ഇടർച്ച കാലുകൾക്ക് മാത്രമല്ല സംഭവിച്ചിരുന്നത്, മനസ്സും ഇടറി നിൽക്കുന്നു. അവർ കടന്നുപോയിട്ടും താൻ നിശ്ചലം നിൽക്കുകയായിരുന്നു. നിമിഷങ്ങൾ എടുത്തു സമനില വീണ്ടെടുക്കാൻ. മരിച്ചത് അവരുടെ ഒരകന്ന ബന്ധുവാണെന്ന് പിന്നീട് സൈനബ് പറഞ്ഞറിഞ്ഞു. അമ്മായിയും അവളും കൂടി സന്ധ്യയ്ക്ക് മുമ്പ് മരണവീട്ടിൽ പോയി വരികയും ചെയ്തു. അങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമാണ് ആ വല്യമ്മ പുറത്തിറങ്ങാറ്. ആകെ തളർന്നിരുന്നു ആ സ്ത്രീ. ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സദാ നിസ്കാരപ്പായിലുണ്ടായിരിക്കും അവർ. നീളൻ കുപ്പായവും മക്കനെയും കൂടാതെ ആ മെല്ലിച്ച രൂപം സങ്കല്പിക്കാനേ ആവില്ല. താൻ ആദ്യം കാണുമ്പോൾ അവർ ഖുർആൻ ഓതുകയായിരുന്നു. മുസ്ഹറിന് മുന്നിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ചന്ദനത്തിരികൾ പോലെയാണ് ആ മനസ്സുമെന്ന് തനിക്ക് തോന്നി. ഒരിക്കൽ മാത്രമേ ആ വീടിനുള്ളിൽ കയറിയിട്ടുള്ളൂ, അതും സൈനബു അല്ലാതെ നിർബന്ധിച്ചിട്ട്. അന്ന് അവൾ തന്നെ സൽക്കരിക്കാൻ വേണ്ടി പലഹാരവും ചായയും തയ്യാറാക്കി വെച്ചിരുന്നു. തേൻ പോലെ മധുരമുള്ള ചക്കപ്പഴവും തേങ്ങയും ശർക്കരയും കുഴച്ചു ചേർത്തുണ്ടാക്കിയ അട മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് സൈനബു പറഞ്ഞു. ഇവിടെ അബൂനും കുട്ടികൾക്കുമെല്ലാം വലിയ ഇഷ്ടമായത്. അടുക്കളത്തളത്തിലിരുന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുകൾ വരുതിയിലൊന്നുമായിരുന്നില്ല. പടി കയറുമ്പോൾ മുകളിലെ വരാന്തയിൽ ആ മുഖം താൻ കണ്ടതാണ്. ഏത് നിമിഷവും താഴേക്ക് ഇറങ്ങി വന്നേക്കുമെന്ന പ്രതീക്ഷ ഉള്ളിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അധ്യായം 11. വഴി തിരിയുന്നിടത്ത് വെച്ച് തന്നെ സൈനബുവിന്റെ തലവെട്ടം പടിപ്പുരയിൽ കണ്ടു. കേൾക്കാവുന്ന ദൂരത്തെത്തിയപ്പോഴേക്കും ചോദ്യം വായുവിലൂടെ ഇഴഞ്ഞു വന്നു. എന്തേ വൈകിയത്? എത്ര നേരമായെന്നോ മായയും കാത്ത് ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? ടീച്ചറെ എന്ന സംബോധന ഒഴിവാക്കിയതിന് നന്ദി പറയുകയായിരുന്നു. എത്ര നിർബന്ധിക്കേണ്ടി വന്നു അതിനു വേണ്ടി. തന്നേക്കാൾ 1 വയസ്സിന് മൂപ്പെങ്കിലും കാണും സൈനബുവിന്. എന്നിട്ടാണ് ബഹുമാനസൂചകമായ ആ വിളി. വല്ലാത്തൊരു അരാജകത്വം തോന്നും അത് കേൾക്കുമ്പോൾ. സ്കൂള് താമസിച്ചാണോ വിട്ടത്? വീണ്ടും ചോദ്യമുണ്ടായി. ഞാൻ വൈകിയിട്ടില്ല. എന്നത്തെയും പോലെ തന്നെയായി ഇന്നും സ്കൂൾ വിട്ടത്. ധൃതി പിടിച്ച് വരികയായിരുന്നു താൻ. മെസ്സുള്ള ദിവസമാണ്. ചിന്നമ്മ ഇപ്പോൾ ജോലി തുടങ്ങിയിട്ടുണ്ടാവും. അവൾ ഇന്ന് ലീവിലാണ്. എനിക്ക് തോന്നി വൈകിയെന്ന്. അന്നത്തെ ദിനപത്രം സൈനബു കയ്യിലേൽപ്പിച്ചു. താരിഖ് എവിടെ? ഉറക്കം എഴുന്നേറ്റില്ലേ? പതിവ് പോലെ ആ ഒക്കത്ത് കുഞ്ഞുണ്ടായിരുന്നില്ല. അപൂർവമായാണ് സൈനബുവിനെ തനിച്ച് ഇങ്ങനെ കാണുന്നത്. ഓൻ അബുവിൻ്റെ അടുക്കലാണ്. സ്വയം അറിയാതെ കണ്ണുകൾ വരാന്തയിലേക്ക് പാഞ്ഞു. നോക്കെത്തുന്ന ദൂരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു കൂട്ടം ചോദിക്കാൻ നിൽക്കിയ അമ്മായിയോട്. തൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ എന്ന വാക്കും സൈനബു ഒഴിവാക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നോടോ? എന്തോ ആകാംക്ഷ തിങ്ങി നിറഞ്ഞിരുന്നു സ്വരത്തിൽ. അബു പറഞ്ഞിട്ടാണ്. മനസ്സ് തുടികൊട്ടിയ നിമിഷങ്ങൾ. ഈയിടെയായി ആ പേര് കേൾക്കുമ്പോൾ തന്നെ അപരിചിതമായൊരു പതർച്ച മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ മൂടിപ്പൊതിയുന്നതറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു.
മായയ്ക്ക് സമയമുണ്ടാവുമോ എന്നും അറിയില്ല. അപ്പോഴും അവൾ മുഖമുരിയിൽ നിൽക്കുന്നു. വളച്ചുകെട്ടാതെ കാര്യം പറ സൈനബു. ധൃതിയായി. അക്ഷമയും വാക്കുകളിൽ പ്രകടമായി. കാൽക്കൊല്ല പരീക്ഷ തുടങ്ങുവല്ലേ അടുത്തയാഴ്ച. ഇവിടെയാണെങ്കിൽ അയൂബിന് കണക്കും ഇംഗ്ലീഷും ഒന്നും ഒരു ചുക്കും അറിയില്ല. ഇവിടുത്തെ സ്കൂളിൽ പഠിച്ച മാതിരിയൊന്നുമല്ല ഇപ്പോഴത്തെ പഠിപ്പ്. സൈനബു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. വെറ്റിലപ്പറമ്പുകാർക്കുമുണ്ട് ഒരു LP സ്കൂൾ സ്വന്തമായി. ചിന്നമ്മയും നന്ദിനി ചേച്ചിയും പോകുന്ന വഴിക്ക്. ആഴ്ചകൾക്ക് മുമ്പാണ് അങ്ങനെയൊന്നുകൂടി ആ വീട്ടുകാർക്കുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഒരു ചുക്കും അറിയില്ലെന്നുള്ള കാര്യം ഇപ്പോഴാണോ കണ്ടുപിടിക്കുന്നത്? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി പഠിപ്പിക്കാൻ നോക്കൂ അബു. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ ഓൻ ചെല്ലണ്ടേ? സൈനബു പറഞ്ഞു വരുന്നതെന്താണെന്ന് പിടികിട്ടി. മായ പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ ഓൻ വരുമോ? അവളുടെ വാക്കുകളെ അനുകരിക്കാൻ വ്യഥ ഒരു ശ്രമം നടത്തി നോക്കി. ഓ ഈ ടീച്ചർ. ആ മുഖത്ത് നാണം വിടർന്നു. വന്നല്ലോ വീണ്ടും ടീച്ചർ. തെറ്റിപ്പോയി മായ. സൈനബു തിരുത്തി. എല്ലാം മറന്ന് ചിരിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ. മായയ്ക്ക് സമയം കിട്ടുമ്പോൾ മതിയെന്ന് അബു പറഞ്ഞു. അടുക്കളയിൽ കയറേണ്ട ദിവസം ഒന്നും വേണ്ടാട്ടോ. അതും അബു പറഞ്ഞതാ? സൈനബു വീണ്ടും ചിരിച്ചു. ഈ മായയുടെ കൂടെ കൂടിയാൽ ചിരിക്കാനേ നേരമുള്ളൂ. എന്നാൽ ഇനി അധികം ചിരിക്കേണ്ട. ഞാൻ പോവുക. ഇന്ന് അടുക്കളയിൽ കയറേണ്ട ദിവസമാണ്. നാളെ വെള്ളിയാഴ്ച. അയൂബിനോട് രാവിലെ തന്നെ പുസ്തകക്കെട്ടുമെടുത്ത് പോരാൻ പറഞ്ഞോളൂ. യാത്ര പറഞ്ഞ് ലോഡ്ജിലേക്ക് നടക്കുമ്പോൾ കഴിഞ്ഞ കത്തിൽ ഇന്ദു എഴുതിയിരുന്ന വരികളായിരുന്നു ഉള്ളിൽ എഴുന്നു നിന്നിരുന്നത്. PSCയുടെ ഇന്റർവ്യൂ മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുവാനും നിയമനം നടക്കുവാനും ഇനി അധിക നാളുകളൊന്നും വേണ്ടി വരില്ല. ഏത് ദിവസവും പിരിഞ്ഞു പോകാവുന്ന മാനസിക നില നമുക്കുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. കണ്ണൂരിലേക്ക് അയച്ച അപേക്ഷയും നോക്കി ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നൊന്നും പറയാനും വയ്യ. ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടുപോയെന്നും വരാം. ആ സ്ഥിതിക്ക് വെറ്റിലപ്പറമ്പുകാരുടെ സ്കൂളിൽ കയറിപ്പറ്റാൻ നിനക്ക് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? അടുത്ത വർഷം എങ്ങാനും വേക്കൻസി ഉണ്ടാവുമോ എന്ന് അന്വേഷിച്ചു വെക്കണം. മുൻകൂറായി ഒന്നും കൊടുക്കാനില്ല. ശമ്പളത്തിൽ നിന്നും കുറേശ്ശെ പിടിച്ചുകൊള്ളാൻ പറയണം. നിനക്കിപ്പോൾ നഷ്ടപ്പെടുന്നത് കുറെ വാക്കുകളാവും. പക്ഷേ അതിലൂടെ നേടിയെടുക്കുന്നത് ഒരു ജോലിയാണ്. ജീവിക്കാൻ പഠിക്കേണ്ടതും ഇങ്ങനെയൊക്കെ തന്നെയാണ് മായ. അവളുടെ ഉപദേശങ്ങൾ വീണ്ടും നീണ്ടുപോകുന്നു. ഓണാവധിക്ക് നാട്ടിൽ പോകുന്നതെങ്ങനെയെന്ന് അന്വേഷിച്ചെഴുതിയ കത്തിന്റെ മറുപടിയിലാണ് അവൾ ജീവിക്കാൻ പഠിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് സവിസ്താരം പ്രതിപാദിച്ചിരിക്കുന്നത്. പക്ഷേ തനിക്ക് വയ്യ. ഈ അടുപ്പവും സൗഹൃദവും ഒന്നും മുതലാക്കിയെടുക്കാനുള്ള കഴിവ് തനിക്കില്ല. ഇന്ദു പറഞ്ഞതുപോലെ കുറെ വാക്കുകളാവും നഷ്ടം. പക്ഷേ എന്തുറപ്പിൽ? 15,000-ഉം അതിൽ കൂടുതലുമൊക്കെ ഒരൊഴിവിനു വേണ്ടി മാനേജ്മെന്റ് വാങ്ങുന്നുണ്ട്. 100 രൂപ തികച്ചെടുക്കാനില്ലാത്ത താനാണ് വില പേശാനൊരുങ്ങുന്നത്. പണമില്ലെന്നേയുള്ളൂ. ആത്മാഭിമാനം ആർക്കും അടിയറ വെക്കാൻ വയ്യ. ജോലിയില്ലെങ്കിൽ ഉള്ളതും കഴിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടാം. കാപ്പിയും തയ്യാറാക്കി കഞ്ഞിക്കുള്ള അരിയുമിട്ട് തന്നെയും നോക്കിയിരിക്കുകയായിരുന്നു ചിന്നമ്മ. ശേഷമുള്ള അടുക്കളപ്പണി നന്ദിനി ചേച്ചി വാങ്ങിക്കൊണ്ടുവരുന്ന മത്സ്യത്തെയും പച്ചക്കറിയെയും ആശ്രയിച്ചിരിക്കും. പത്രം കണ്ടപാടെ ചിന്നമ്മ തട്ടിയെടുത്തു. പോയി കാപ്പി കുടിച്ച് വേഷമൊക്കെ മാറി വാ. അപ്പോഴേക്കും എൻ്റെ വായന കഴിയും. ചിന്നമ്മയും ചേച്ചിയും ഈയിടെയായി പത്രവായന സ്ഥിരമാക്കിയിരിക്കുകയാണ്. എമിനെയും കൂട്ടരും ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാറില്ല. തികച്ചും അവഗണിക്കുന്ന മട്ട്. ഒരുപക്ഷെ പത്രം താൻ വാങ്ങിക്കൊണ്ടുവരുന്നത് കൊണ്ടാവും. സൈനബുവുമായുള്ള അടുപ്പം പകൽ പോലെ വ്യക്തമാണ് എല്ലാവർക്കും. എവിടെ നിന്നാണ് അതിൻ്റെ തുടക്കമെന്നൊന്നും അറിയില്ലെന്ന് മാത്രം. വിശദീകരിക്കാനും പോയില്ല ചിന്നമ്മയോട് പോലും. അന്നത്തെ ആ സംഭവത്തിന് ശേഷം രാവിലെ വെറ്റിലക്കൊടി നനയ്ക്കാൻ വന്ന ചേക്കൂട്ടി ചിന്നമ്മ കൂടി കേൾക്കെയാണ് പറഞ്ഞത്. ആ മൂരിൻ്റെ ഇടം തിരിച്ചിൽ മാറാഞ്ഞിട്ട് അതിൻ്റെ ഉടയോൻ അറവുകാർക്ക് വിറ്റുകളഞ്ഞു. ഏത് മൂരി? പല്ല് തേച്ചുകൊണ്ടിരുന്ന ചിന്നമ്മയിൽ നിന്നും ചോദ്യമുണ്ടായി. നിറച്ചു വെച്ചിരുന്ന ബക്കറ്റും വെള്ളവും എടുത്തുകൊണ്ട് തൊടിയിലേക്കിറങ്ങിയ ചേക്കുട്ടിയുടെ കാതുകളിൽ ഭാഗ്യത്തിന് ആ ചോദ്യം വീണില്ല. ഇന്നലെ ഇതുവഴി പാഞ്ഞുപോയ കാളയുടെ കാര്യമായിരിക്കും. എങ്ങും തൊടാത്ത മട്ടിൽ പറഞ്ഞൊഴിഞ്ഞു. തുടർന്ന് അന്വേഷണങ്ങളൊന്നും ഉണ്ടായതുമില്ല. മിക്കവാറും വെള്ളിയാഴ്ചകളിൽ സൈനബു പടിപ്പുര കടന്ന് തനിക്കൊരു കൂട്ടിനായി ലോഡ്ജിൽ വന്നിരിക്കാറുണ്ടെന്ന് ചിന്നമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മായയുടെ വരവോടുകൂടിയാണ് ആ വീട്ടുകാരുമായി ഇത്ര അടുപ്പമായത്. ചിന്നമ്മയും പറയാതിരുന്നില്ല.
സൈനബു ഇടയ്ക്കിടെ മാമ്പഴവും പഴുത്ത ചക്കയും ഒക്കെ കൊടുത്തയക്കാറുണ്ട്. കഴിഞ്ഞയാഴ്ച ഒരു വാഴക്കുല തന്നെ ചേക്കൂട്ടി കൊണ്ടുവന്നു. എന്തിനാ ചേക്കൂട്ടി ഇത്രയധികം? മുഖം വിടർന്നുവെങ്കിലും ചേച്ചി ചോദിച്ചു. കറി വയ്ക്കാൻ എടുക്ക് ടീച്ചറെ, കുറച്ച്. ബാക്കിയൊന്ന് വെയില് കാട്ടിയാൽ മതി, പഴുക്കും. ചേക്കുട്ടി എല്ലാവരെയും ടീച്ചർ എന്നാണ് വിളിക്കുക. അന്ന് വൈകുന്നേരം സൈനബുവിനെ കണ്ടപ്പോൾ താക്കീത് നൽകാൻ മറന്നില്ല. വിൽക്കാനുള്ള കുലയായിരുന്നില്ലേ അത്? നഷ്ടക്കച്ചവടം വേണോ സൈനബു? ലാഭം മാത്രം നോക്കി നമുക്കാർക്കും ജീവിക്കാൻ ഒക്കില്ല മായേ. അവൾ പറഞ്ഞ വാക്കുകളുടെ പൊരുൾ മനസ്സിലാക്കാൻ ഒരു നിമിഷാർത്ഥമേ വേണ്ടി വന്നുള്ളൂ. ആ മുഖത്തുണ്ടായിരുന്ന പ്രസന്നത മാഞ്ഞു പോയിരിക്കുന്നു. വേഗം വിഷയം മാറ്റാൻ നോക്കി. കുറച്ചെങ്ങാനും മതിയായിരുന്നു കായ്. 1-2 പടല കൊടുത്തയക്കാനാ ഞാനും അബുവിനോട് പറഞ്ഞത്. ചേക്കുട്ടിയോട് വെട്ടിക്കൊടുക്കാനൊക്കെ പറഞ്ഞത് ഓനാണ്. പിന്നീട് തർക്കിക്കാൻ നിന്നില്ല. കൊടുത്തയച്ച ആളിന്റെ സന്മനസ്സിന് മനസ്സാ നന്ദി പറഞ്ഞു. കൃതജ്ഞതയൊക്കെ ഉള്ളിൽ ഒതുക്കി വെക്കാനേ കഴിയുന്നുള്ളൂ. നേരിൽ കാണുമ്പോൾ ഒരക്ഷരം പോലും നാവിൽ ഉദിക്കാറില്ലെന്നോർത്തു. സൈനബുവിനേക്കാൾ പ്രായമുണ്ട് ആളിന്. 1.5 വയസ്സിനെ എങ്കിലും മൂപ്പുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ നിക്കാഹ് കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഓന് കോളേജിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും ഉണ്ടാവും 10-17 വയസ്സ്. ഇവിടൊക്കെ 1-ാം തരത്തിൽ ചേർക്കുന്നത് 7-8 വയസ്സുള്ളപ്പോഴാ. ഓത്തുപള്ളിയിൽ പോകുന്നതാ മുഖ്യം. എപ്പോഴോ ഒരിക്കൽ സൈനബു പറഞ്ഞതോർക്കുന്നു. മൂത്തവരെ പേര് പറഞ്ഞു വിളിക്കാൻ പാടില്ലെന്നൊക്കെ ഇല്ലേ? എന്റെ സംശയമായിരുന്നു. കെട്ടിയോന്റെ അനുജന്മാരാണെങ്കിൽ വിളിക്കാട്ടോ. ഓൻ എന്നെ ഇത്താത്താന്നല്ലേ വിളിക്കുന്നത്. അയ്യൂബിനെ സഹായിക്കാൻ സൈനബു ആവശ്യപ്പെട്ട ദിവസം അതിനെക്കുറിച്ച് നന്ദിനി ചേച്ചിയോട് സൂചിപ്പിച്ചു. അതിനെന്ത് വിരോധം? മായയ്ക്ക് സമയമുള്ളപ്പോൾ ഇവിടെ വിളിച്ചു വരുത്തി പറഞ്ഞുകൊടുക്ക്. സമ്മതം വേഗം കിട്ടി. പിറ്റേന്ന് ഉച്ചതിരിഞ്ഞാണ് പഠിക്കാനായി അയ്യൂബ് വന്നത്. പള്ളിയിലേക്ക് പോകുന്ന വഴി പതിവ് പോലെ പത്രം അവൻ കൊണ്ടുവന്നു. കൂടെ നടന്നു വന്ന ആൾ ഉമ്മറത്ത് താൻ നിൽക്കുന്നത് അറിഞ്ഞിട്ടും കാണാത്ത ഭാവത്തിൽ മുന്നോട്ടു പോയി. ജുമാ കഴിഞ്ഞ് വരാൻ ടീച്ചറെ, പഠിക്കാൻ. പത്രം കയ്യിൽ തരുമ്പോൾ അയ്യൂബ് പറഞ്ഞു. മതി. യാന്ത്രികമായി മറുപടി പറയുമ്പോഴും കണ്ണുകൾ വഴിയിലേക്കായിരുന്നു. അയ്യൂബിനെ കാത്തു നിൽക്കുന്ന സ്ഥാനം തനിക്ക് ഹൃദ്യമാണ്. അവിടെ നിൽപ്പുറയ്ക്കുന്നതിനു മുമ്പ് അലക്ഷ്യമായ രീതിയിൽ ഒരു തിരിഞ്ഞുനോട്ടമുണ്ടാകും. ആ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് രാവിലെ മുതൽ തപസ്സിരിക്കുന്നത്. ഏറെ നേരം കഴിഞ്ഞിട്ടാവും പള്ളിയിൽ നിന്നുള്ള മടക്കയാത്ര. അപ്പോഴും പരസ്പരം കാണാൻ കഴിയുന്ന അകലത്തിലെത്തുമ്പോൾ കണ്ണുകൾ കൂട്ടിമുട്ടും. ഹൃദയം തുടികൊട്ടുന്ന നേരം. എത്ര ശ്രമിച്ചിട്ടും അപൂർവ വികാരങ്ങളുടെ തിരച്ചുഴിയിൽ മുങ്ങിപ്പൊങ്ങുന്ന മനസ്സിനെ അടക്കി വെക്കാൻ തനിക്കാവുന്നില്ല. മനഃപൂർവ്വമായിരുന്നില്ല ഒന്നും. കണ്ണിന് തൊട്ടടുത്ത് കണ്ട ആ മുഖം മനസ്സിൽ നിന്നും പറിച്ചെറിയാൻ യത്നിക്കുകയായിരുന്നു. മുൻപൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത എന്തോ ഒന്ന് ഉള്ളിൽ കിടന്ന് മുട്ടിയുഴലുന്നു. നെഞ്ചിനകം വിങ്ങുന്നത് പോലെ. മതിവരുവോളം ഒന്ന് കരഞ്ഞു കിട്ടിയാൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചതും വെറുതെ. വെള്ളിയാഴ്ചകൾക്ക് വേണ്ടി തപസ്സിരിക്കുകയാണ് മായ ഇപ്പോൾ. ചുറ്റുപാടുകളെ മറന്നുകൊണ്ട്, ജന്മം തന്നവരെയും കൂടപ്പിറപ്പുകളെയും വിസ്മരിച്ചുകൊണ്ട്, സമൂഹത്തെ പോലും പുറന്തള്ളി. ചിന്ത അവിടെ വരെ എത്തുമ്പോഴേക്കും നടുങ്ങിത്തെറിക്കുന്ന ഭവിഷ്യത്തുകൾ ഓരോന്നും കൺമുമ്പിലുണ്ട്. ഇല്ല, ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലതെന്ന് വിവേകം മന്ത്രിക്കുന്നു. ഉമ്മറവാതിൽ കൊട്ടിയടച്ചുകൊണ്ട് മുറിക്കുള്ളിൽ കടന്നിരിക്കുമ്പോൾ ശ്വാസഗതി വർദ്ധിക്കുന്നതറിഞ്ഞു. നിമിഷങ്ങൾക്ക് യുഗങ്ങളുടെ ദൈർഘ്യം. ഭിത്തിയും ചാരി എത്ര നേരം ആ ഇരിപ്പ് തുടർന്നുവെന്നൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. മയങ്ങിയിട്ടുണ്ടാവും. എവിടെ നിന്നോ വിളിയൊച്ച കേട്ടാണ് ഉണർന്നത്. മായേ. സൈനബുവിന്റെ സ്വരം തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. വാതിൽ തുറക്കുമ്പോൾ അവരുടെ പറമ്പിനരികിൽ ഉമ്മറത്തേക്ക് നോക്കി സൈനബു. ഇതിനകത്തുണ്ടായിരുന്നിട്ടാണോ വിളിയൊന്നും കേൾക്കാതിരുന്നത്? പടിയിറങ്ങി ചെല്ലുന്നതിനിടയിൽ അവൾ ചോദിച്ചു. ഞാൻ ഉറങ്ങിപ്പോയി. ചോറ് കഴിച്ചോ? ഇല്ല. മറുപടി പറയുമ്പോൾ സ്വയം അറിയാതെ മിഴികൾ മാളികപ്പുരയിലേക്ക് പാഞ്ഞു. ഇനി കാണരുതെന്ന് നിശ്ചയിച്ചിരുന്ന ആ മുഖത്തേക്കാണ് നോട്ടം ചെന്ന് വീണത്. വേഗം കണ്ണുകൾ പിൻവലിച്ചു. അയ്യൂബ് വരാനിരുന്നതാണ്. അബു പറഞ്ഞു ഉമ്മറത്തൊന്നും കാണാനില്ല, ഒന്നുകൂടി അന്വേഷിച്ചിട്ട് വിട്ടാൽ മതിയെന്ന്. ഉള്ളം വിങ്ങുന്നതറിഞ്ഞു. ഞാൻ എവിടെ പോകാനാണ്? അയ്യൂബിനെ പറഞ്ഞയച്ചോളൂ. തന്റെ സ്വരം ചിലമ്പിച്ചിരുന്നു. എന്നാൽ ചെന്ന് ചോറ് കഴിക്ക്. പള്ളി പിരിഞ്ഞിട്ട് നേരം എത്രയായിന്നറിയോ? തിരിഞ്ഞു നടക്കുന്നതിനു മുമ്പ് സൈനബു പറഞ്ഞു.
നിശബ്ദം നിൽക്കുമ്പോൾ സൈനബു കൺവെട്ടത്ത് നിന്ന് അകന്നുപോയി. തല തിരിച്ച് മാളികപ്പുരയിലേക്ക് നോക്കാൻ മനസ്സ് തുടിച്ചു. ആത്മനിയന്ത്രണം കൈവിടുന്നതിനു മുമ്പ് തിരിഞ്ഞു നടക്കുകയായിരുന്നു. അയൂബ് വന്നപ്പോഴും പഠിക്കാൻ അവനെ സഹായിക്കുമ്പോഴുമൊക്കെ ശ്രദ്ധയും നോട്ടവും പതറിപ്പോകാതിരിക്കാൻ കിണഞ്ഞു ശ്രമിക്കുകയായിരുന്നു താൻ. രാത്രി ഉറക്കത്തിനു മുമ്പുള്ള നിർമ്മല നിമിഷങ്ങളിൽ ഒരു വിജയിയുടെ ആഹ്ലാദം ഉള്ളിൽ കത്തുന്നു. വിചാരിച്ചതുപോലൊന്നുമല്ല മായേ മായയുടെ മനസ്സ്. ശാസിച്ചു വരുതിയിൽ നിർത്താൻ കഴിയും. പക്ഷേ ആ നിഗമനത്തിന് 24 മണിക്കൂറിന്റെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. പടിയിറങ്ങുന്നതിനു മുമ്പ് കണ്ണുകളെ സ്വയം നിയന്ത്രിച്ചു. പടിപ്പുര കടക്കുമ്പോഴും നോട്ടം കാലടികളിൽ തന്നെ കുരുങ്ങിക്കിടന്നു. വഴി തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു നെടുനിശ്വാസം ഉതിർന്നു വീണു. പാടത്തേക്കിറങ്ങാൻ ഭാവിക്കുമ്പോൾ തികച്ചും അവിചാരിതമായി ആൾ മുന്നിൽ. ഓർക്കാപ്പുറത്തായിരുന്നതുകൊണ്ട് പിടിച്ചു നിർത്തിയതുപോലെ കാലുകളുടെ ചലനമറ്റു. പതിവ് തെറ്റിച്ചുകൊണ്ട് ആ നോട്ടം മിഴികളിലൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഹൃദയത്തെ തഴുകുന്നതുപോലെ. ഒരു നിമിഷാർത്ഥം സ്വയം മറന്നുപോയി. ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവതിയാകാൻ നിമിഷമെടുത്തു. കണ്ണുകൾ പിൻവലിച്ച് ആൾ കടന്നുപോയിട്ടും ശരീരത്തിന്റെ വിറയൽ മാറിയിരുന്നില്ല. സ്വപ്നത്തിലെന്നോണമാണ് സ്കൂൾ വരെ നടന്നെത്തിയത്. പിന്നിട്ടു വന്ന വഴികളെക്കുറിച്ചോ കടന്നുപോയ സമയത്തെക്കുറിച്ചോ ഒന്നിനും ഒരു രൂപമുണ്ടായിരുന്നില്ല. യാദൃശ്ചികമായിരുന്നില്ല ആ കണ്ടുമുട്ടൽ. മനസ്സ് ആവർത്തിച്ചുകൊണ്ടിരുന്നു, മുമ്പൊരിക്കൽ ഇങ്ങനെയൊരു നോട്ടം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. ഒരു മാത്ര പോലും ആ മിഴികൾ മുഖത്ത് തറഞ്ഞു നിന്നിട്ടില്ലെന്നും ഓർത്തു. സ്വയം ഒരു വാൽമീകം ചമയ്ക്കാമെന്ന് താൻ ആശിച്ചതൊക്കെ വെറുതെയാകുന്നു. നിയന്ത്രണങ്ങളുടെ പരിധി ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വഴിവിട്ടുള്ള പ്രയാണം മനസ്സ് വീണ്ടും ആരംഭിക്കുകയാണ്. മറ്റൊന്നിനും തനിക്ക് ആഗ്രഹമില്ല. കണ്ണിറയെ ഒന്ന് കാണാൻ, ആ കണ്ണുകളിലെ പ്രകാശം തന്നിലേക്ക് ആവാഹിച്ചെടുക്കാൻ മാത്രം. അടുത്ത ഭാഗം നാളെ.